ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഷോർട്ട് ഇട്ടതുപോലെ ക്രൗൺ പ്ലാസയിൽ ഒരു US പ്രോഗ്രാം സെമിനാർ ഉണ്ടായിരുന്നു. നേഴ്സസിൻ്റെയാണ്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രൗൺ പ്ലാസയിൽ എനിക്കിതെല്ലാം ശരിയാക്കി തന്നത് ജിൻസിയാണേ, എൻ്റെ ഫ്രണ്ടാണ്. അവളാണ് എനിക്ക് സ്ലോട്ടും കാര്യങ്ങളും എല്ലാം ചെയ്തു തന്നതെല്ലാം. അപ്പോൾ അറ്റൻഡ് ചെയ്യാൻ വന്നതാണേ. ക്രൗൺ പ്ലാസയിലായിരുന്നു കൊച്ചിയിൽ. അന്ന് ഏജൻസിയോട് എവിടെയാ എന്താണെന്നെല്ലാം അന്വേഷിച്ച് ഞങ്ങൾ അങ്ങോട്ട് മൂവ് ചെയ്യാണ്. അവർ പറയുന്നതനുസരിച്ച് ഞങ്ങൾ അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ അവിടെ വേറെ ആൾക്കാരും വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം എങ്ങോട്ടാണെന്ന് കറക്റ്റ് അവർ ഇൻസ്ട്രക്ഷൻസ് തന്നേ. കുറച്ചുകൂടെ അങ്ങോട്ട് മാറിയപ്പം അവർ പറഞ്ഞു ഓണം ഹാളിലാണ്, സെക്കൻഡ് ഫ്ലോറിൽ. അപ്പോഴത്തേക്കും വെയിറ്റിംഗ് ലിഫ്റ്റിൻ്റെ അവിടെ തന്നെ സെമിനാർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തന്നെ ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ കൂടെ ഞങ്ങളും കയറി. ഞങ്ങൾ അവിടെ ചെന്നിട്ട് രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി. ഓൾറെഡി സ്ലോട്ട് എടുത്തിരിക്കുന്ന കാരണം നമ്മുടെ പേര് പറഞ്ഞാൽ മതിയായിരുന്നു. ഈ US സെമിനാർ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഗ്ലോബൽ നഴ്സസ് ഫോഴ്സ് ആണ്. ജെനുവൻ ഏജൻ്റ് കേട്ടോ. നമുക്ക് നഴ്സസ് NCLEX ആറിനൊക്കെ എഴുതി OETക്ക് എഴുതി പ്രിപ്പയർ ആണെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഇവർ അതിനുള്ള കാര്യങ്ങളെല്ലാം ഫോർവേഡ് ചെയ്ത് തരും. അകത്തോട്ട് കയറാടെ ഹാളിലായിരുന്നു സെമിനാർ കണ്ടക്ട് ചെയ്തിരുന്നത്. കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ആൾക്കാരെല്ലാം വരാനായിട്ട് വെയിറ്റിംഗ് ആണ്. ഒരു ബാഡ്ജും കാര്യങ്ങളൊക്കെ കിട്ടി. USA കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു സന്തോഷമല്ലേ, ഒരാശ്വാസം. എല്ലാ നേഴ്സസിൻ്റെ ഒരു ഡ്രീം പ്ലേസ് ആണല്ലോ USA. പക്ഷെ കടമ്പകൾ കടക്കാൻ ഇച്ചിരി പാടാണ് കേട്ടോ. പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ എത്തി തുടങ്ങി. അവരുടെ ഒരു ബ്രൗഷറും ഒരു പേനയൊക്കെ കിട്ടി. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാൻ തോന്നുന്നു. Washington D.C. Yes, Florida, New York. All right. How about California? Yes. California is where the elite lives. It's where the cool people live. No, just kidding. We're going to talk a little bit about പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എന്താണ് നമ്മൾ ഡൗട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് ചോദിക്കും. അത് ക്ലിയർ ചെയ്ത് തരും. NCLEXനെ പറ്റിയും പിന്നെ ലാംഗ്വേജ് ടെസ്റ്റ് ഏതാണ്, IELTS, OET, PT ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. OETക്ക് ഇപ്പോൾ എല്ലാ സ്റ്റേറ്റ്സും ഓൾമോസ്റ്റ് USA ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റ്സും അലോ ചെയ്യുന്നുണ്ടെന്ന് അവർ പറഞ്ഞു തന്നു. പിന്നെ വിസ സ്ക്രീനിങ്ങിനെ പറ്റിയും അവർ എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ അതെല്ലാം അവർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു. ഓൾമോസ്റ്റ് ഇതിൽ വന്നിരിക്കുന്ന 60% ആൾക്കാരും വിസ സ്ക്രീനിങ് വരെ എത്തിയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഇനി ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഓൾമോസ്റ്റ് എല്ലാവരും. You can see something called as leader for the interactive as 2C1 proficiency in language. to take that. So you guys want to know about opportunities in the United States. So registered nurses, physical therapists, pharmacists, medical laboratory tech. This has been 2 decades now that I've been helping nurses from India and specifically nurses from Australia, kind of all over the globe. And basically, my story is your story. Me and my 3 brothers, we've been able to do so many things because of their decision. Same way for those of you that are considering opportunities in the US, you may be thinking, why should
പ്രോഗ്രാം എല്ലാം ഓൺഗോയിങ് ആണ്. പിന്നെ അവർ എന്നെ കൊണ്ടൊരു ചെറിയൊരു പെറ്റൊക്കെ ചെയ്യിപ്പിച്ചു. അറിയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു. നല്ല പ്രോഗ്രാമായിരുന്നു കേട്ടോ. അവർ നമ്മളോട് ചോദിച്ചപ്പോൾ നമ്മളവർ സപ്പോർട്ട് ചെയ്തു. എനിക്ക് കിട്ടിയ അനുഭവം ഞാൻ ചേട്ടനെ പറഞ്ഞു. ഭയങ്കര അവയർനെസ് ആയിരുന്നു. ന്യൂസിൻ്റെ പ്രോഗ്രാം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എൻഗ്ലക്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. ഇത് കൂടുതൽ അഡ്വാൻസ് ആയിട്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെ ഞാൻ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നു. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാനിതിനെ കാണുന്നു. ഓൾമോസ്റ്റ് പ്രോഗ്രാം എല്ലാം തീരാറായി. ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഒക്കെ നടത്തിയായിരുന്നു അവർ കേട്ടോ. അതെല്ലാം ഞങ്ങൾ അറ്റൻഡ് ചെയ്തു. പിന്നെ ഒരു ചെറിയൊരു ടീ ബഫേ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം അപ്ഡേഷനെല്ലാം കഴിഞ്ഞ് നമ്മളെ അവർ പിന്നീട് കോണ്ടാക്ട് ചെയ്യും. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. പുറത്തോട്ട് ഇറങ്ങി ജിൻസിനെ പുറത്തോട്ട് അവൾക്ക് ഇവിടുന്ന് വണ്ടി കിട്ടുന്ന അവിടെ കൊണ്ടാക്കണം. അതെല്ലാം കഴിഞ്ഞ് എനിക്ക് തിരിച്ച് പോകണം. അങ്ങനെ ക്രൗൺ പ്ലാസയിലെ ഒരു സെമിനാർ, ഒരു US പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, സ്റ്റേ ട്യൂൺ. നല്ലൊരു വീഡിയോ ആയിട്ട് വരാവേ. ബായ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ക്ലൗൺ പ്ലാസയിൽ നിന്ന് വിട പറയുകയാണേ.